വയനാട് DCC ട്രഷററുടെയും മകൻ്റെ ആത്മഹത്യയും അതിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെയും കേരളത്തിലെ മാധ്യമങ്ങളുടെയും സമീപനമാണ് TMJ ഡിബേറ്റ് ദ വീക്കിൽ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ KJ ജേക്കബും ശ്രീജിത്ത് ദിവാകരനുമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന സംഭവമാണ്. ഡിസംബർ 27-നാണ് DCC ട്രഷററായിട്ടുള്ള NM വിജയൻ കൂടാതെ മകനും ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് ശേഷം ഒരു ആത്മഹത്യാക്കുറിപ്പും മൂപ്പര് ബാക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ട്രഷറർ ഈ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ മാധ്യമങ്ങളുടെ രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ നമ്മൾ വെളിവാകുന്നത്. ഈ ഒരു കാര്യത്തിൽ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ ഒരു സംഭവം ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗത്തുനിന്നോ ആയിരുന്നു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു തരത്തിലുള്ള ഒരു ഔട്ട്റേജ്, ദിവസങ്ങളോളം ചർച്ച, വിചാരണ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു കാര്യം ഈ ഒരു ഇഷ്യൂവിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടും നേതാക്കളുടെ പല തരത്തിലുള്ള പ്രസ്താവനകളും വന്നിട്ട് അതിനെ പറ്റിയിട്ടും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ടും ജേക്കബ് എന്താണ് വിചാരിക്കുന്നത്? ഞാൻ ഇതിനകത്ത് കണ്ടത് ഈ നമ്മളിതിൻ്റെ രാഷ്ട്രീയം കുറച്ച് നേരത്തേക്ക് രാഷ്ട്രീയം അങ്ങ് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്, അതിൻ്റെ അകത്ത് നടക്കുന്ന അഴിമതി, അതിൻ്റെ അകത്ത് നടക്കുന്ന പണം വാങ്ങിയിട്ടുള്ള അതിനൊരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ടോ എന്നുള്ളത് തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് ഇവരുടെ മരണം, നമ്മളതിൻ്റെ ഈ 2 മനുഷ്യരുടെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ മരണം, ഒരു കൊലപാതകം, ഒരു മരണം, അതും അതിൻ്റെ പുറകിൽ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ തന്നെ നമ്മളുടെ ഇത്രയും ഭീകരമായിട്ടുള്ള അഴിമതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പണം വാങ്ങി അതിൻ്റെ അകത്ത് MLA-യും പിന്നെ ഒരു പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളും അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവായിട്ട് ഈ ഇതിങ്ങനെ സീറ്റുകൾ കച്ചവടം നടത്തുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വാർത്തയാണ്. ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ നിരന്തരം വാർത്തയിലുള്ളതല്ല. ഇതിൻ്റെ തെളിവോടുകൂടി മുമ്പിൽ വന്നു കഴിയുമ്പം ഈ ആത്മഹത്യ ആ നിലയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു വാർത്തയായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യമാണ് ഇതിൻ്റെ അകത്ത് വലിയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ഈ ആത്മഹത്യാക്കുറിപ്പ് വരുന്നത്. ആത്മഹത്യാക്കുറിപ്പ് വരുമ്പോഴോടുകൂടി നമുക്ക് കാര്യങ്ങൾ സുവ്യക്തമായി ഇതിൻ്റെ അകത്ത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു സാധാരണഗതിയിൽ ഏതൊരു മാധ്യമത്തിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറയുന്നത് മരണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു വാർത്ത ഇവൻ്റ് എന്ന നിലയ്ക്ക് മനുഷ്യരോട് നിരന്തരം കാര്യങ്ങൾ പറയാനുള്ള എലമെൻറ്റ്സ് ഈ വാർത്തയിലുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഭിന്നശേഷിക്കാരനായ കിടപ്പ് രോഗിയായ ഒരു മകൻ, അയാളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു അച്ഛൻ, ആ ആത്മഹത്യക്ക് ഉണ്ടായ കാരണങ്ങൾ, ഇത് നമ്മളൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റിവെച്ചാൽ തന്നെ അതിനകത്ത് ഭീകരമായ ഒരവസ്ഥ അത് ചർച്ച ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാട്, പിന്നെ മാധ്യമങ്ങളുടെ നിലപാട് ചർച്ച ചെയ്യണം. ഇതിനകത്ത് പല രംഗത്തും ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് മാധ്യമങ്ങളൊക്കെ അതിന് മുമ്പിൽ നിന്നും നമ്മളിത് വളരെ സീരിയസ് ആയിട്ട്, മാധ്യമങ്ങളായിരുന്നു നമ്മളെ സഹായിക്കേണ്ടത്. ഇതിനകത്ത് വിശദ വിവരങ്ങൾ അന്വേഷിച്ചു നമ്മളോട് പറഞ്ഞ ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനോട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളോട് പറയാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലും അതാണ് അതിനകത്തെ പ്രശ്നം. ഇതിൻ്റെ അകത്തൊരു കോൺഗ്രസ്സുകാരനാണ് ഇൻവോൾവ് ആയത് എന്നുള്ളത് കൊണ്ട് ഈ വാർത്ത അവർ മൂടി വെക്കുകയാണ്. അപ്പോൾ ആ വാർത്ത തന്നെ ഇല്ലാതെയായി പോകുന്നു. ഒരു അങ്ങേയറ്റം ഗ്രൂസമായിട്ടുള്ള ഒരു സംഭവം ആരും അറിയാതെ പോകുന്നു എന്നുള്ള ഒരു വസ്തുത. നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം, ഈ പ്രശ്നം നേതാക്കന്മാരോട് പറയണം. അവർ പരിഹരിച്ച് 10 ദിവസത്തിനകം ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാത്രം നിങ്ങളിത് പോലീസിനും മാധ്യമങ്ങൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് സപ്പോസ് അതിൻ്റെ അകത്തൊരു ഇടപെടലുണ്ടായി, ഇവർ പുറത്ത് വിടുന്നില്ല എന്ന് വിചാരിച്ചു, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അകത്ത് മാത്രമല്ല, മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ നിരന്നു നിന്ന് പരാജയപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. മാത്രമല്ല അതേസമയം കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കൂടിയാണ് ആത്മഹത്യ ചെയ്ത വ്യക്തി സ്വീകരിച്ചത്. ഇപ്പം മൂപ്പര് കഴിയുന്നതും 10 ദിവസമായിട്ടും ഒന്നുണ്ടല്ലെങ്കിൽ മാത്രം അടുത്ത കത്ത് പുറത്തു വിടുക എന്നുള്ള, അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുക, പോലീസിന് കൊടുക്കുക എന്ന് മകനെ ഏൽപ്പിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ശ്രീജിത്ത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, എനിക്കിതിനുള്ളൊരു 2 തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് വരുന്നു. ഒന്ന്, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു പ്രശ്നവും പൊതു ഒരു രീതിയുമായിട്ട് ഞാൻ കാണുന്നത്, ഇതിപ്പം കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മറിച്ച്
ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിലേ നിങ്ങൾ വാർത്ത ചെയ്യുള്ളൂ എന്നുള്ള സമീപനമാണ്. അല്ലെങ്കിൽ പൊതുവേ ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില തരത്തിലുള്ളൊരു പ്രസ്താവനകളും ചില തരത്തിലുള്ളൊരു ആക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഈ വിഷയമില്ലെങ്കിൽ അതൊരു മറ്റേ കോൺഗ്രസ് വിഷയമായതുകൊണ്ട് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള സെൻസിറ്റീവായിട്ടുള്ള അവരുടെ താല്പര്യം അൻവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നാടകം കളിക്കുക, അതിൻ്റെ ആ ആഘോഷത്തിൽ പങ്കുചേരുക, അതൊരു മറ്റേ ഇവൻ്റായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇങ്ങനെ പല പ്രസ്താവനകൾ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തരത്തിലുള്ളൊരു വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ സംഭവങ്ങൾ, ഇതിലാണ് പൊതുവെ നമ്മുടെ ഒരു മാധ്യമങ്ങളുടെ ഒരു താല്പര്യം. ഇതിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചു വെച്ചാൽ കുറച്ചൊക്കെ താല്പര്യം ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ലെഫ്റ്റാണ് അപ്പുറത്തെങ്കിലേ നിങ്ങൾ മറ്റേ അതിനെ പൊലിപ്പിച്ച് അതിൻ്റെ എക്സ്ട്രീം ഒരു തരത്തിലേക്ക് കൊണ്ടുപോയി അതിനെ ഭയങ്കര പലതരം വൈകാരികതകൾ ഇറക്കി പല സമയത്തും അതിൽ ഇല്ലാത്ത വാർത്തകളും ഉള്ള വാർത്തകളൊക്കെ തമ്മിൽ മിക്സ് ചെയ്ത് പകുതി സത്യവും പകുതി നുണയൊക്കെ ആയിട്ട് ചെയ്യുക. അതൊരു രീതിയാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഇടത് വിരുദ്ധത കേരളത്തിൽ മാധ്യമങ്ങൾക്കിടയിലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് 100 സ്റ്റോറികൾ ഉദാഹരണം പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു പ്രശ്നം നേരത്തെ ജേക്കബ് പറഞ്ഞ പ്രശ്നമാണ്. അത് ഒരു വളരെ ദുഃഖകരമായ, വളരെ ഒരു കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം, അതിനെ തുടർന്നുള്ള ഒരു ആത്മഹത്യാ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിനെ ഒരു തരത്തിലും ഗൗരവത്തോടു കൂടി കാണാനായിട്ട് നമ്മൾ സൊസൈറ്റി തയ്യാറാവുന്നില്ല. ഇതൊരു കുറച്ച് ഇതാണ്. ഇപ്പം നമുക്ക് കരുവന്നൂർ എല്ലാവർക്കും അറിയാം. അങ്കമാലിൽ അതിനേക്കാൾ വലിയ മറ്റേ തുകയിൽ തട്ടിപ്പ് നടത്തിയ സഹകരണ ഉണ്ട്, വാർത്തയുണ്ട്, പത്രങ്ങളുടെ ലോക്കൽ പേജിലാണ് കിടക്കുന്നത്. 100 കോടി രൂപയുടെ അടുത്ത് ആണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. സഹകരണ ബാങ്കിലാണ് നടന്നിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന മറ്റേ സ്ഥാപനമാണ്. അതുകൊണ്ട് എന്താണ്, പ്രത്യേകിച്ച് അതിൽ വാർത്തയോ താല്പര്യമൊന്നുമില്ല. മറ്റേ ലോൺ നൽകിയിട്ടുള്ള തട്ടിപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത മറ്റേ ഈടിൻ്റെ പുറത്ത് ലോൺ നൽകുക, അങ്ങനെ തട്ടിപ്പ് നൽകുക. ഏതാണ്ട് കരുവന്നൂർ മോഡലിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ വലിയ തുകയാണ്, പക്ഷേ വാർത്തയില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇതൊരു കോൺഗ്രസ് അനുകൂലം എന്നതിനപ്പുറത്തേക്ക് പരിപൂർണമായ ഉത്തരവാദിത്ത രാഹിത്യമാണ് ഇവിടെ മാധ്യമങ്ങളുടെ ഉള്ളത്. പിന്നെ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നത് ഞാൻ നേരത്തെ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, അത് വളരെ അനുപാതരഹിതമായ ഒരു ആക്രമണമാണ് നടക്കുന്നത്. അതിൽ നുണകളുണ്ട്, അർത്ഥസത്യങ്ങളുണ്ട്, പരിപൂർണ കള്ളത്തരങ്ങളുണ്ട്. അത് വച്ചിട്ടുള്ള ആഘോഷമാണ് നടക്കുന്നത്. അതാണ് കേരളത്തിൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പൊതു രീതിയുള്ളത്. ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് ഒരു ഭാഗം കൂടി ഞാൻ പറയാം. അന്നൂറുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രശ്നം, വാർത്ത വളരെ പെട്ടെന്ന് കെട്ടുകാഴ്ചയായി മാറി കേരളത്തിൽ. ഇപ്പോൾ വാർത്തയല്ല, സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വനം ഭേദഗതി നിയമം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെജിസ്ലേച്ചറുകൾ, നമ്മുടെ മന്ത്രിസഭ ഏതെങ്കിലും ബില്ല് പാസ്സാക്കി, ഇതിനു മുമ്പ് എനിക്ക് വന്ന പോലീസ് ആക്ടിലുണ്ടായിരുന്ന ഒരു ഭേദഗതി, അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും അധികം ജനവിരുദ്ധമായ വകുപ്പുകൾ നിറഞ്ഞ ഒരു നിയമം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം വന്നിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത 10 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു കേരളം അല്ല ഇപ്പോഴുള്ളത്. ഇത് നാടുകളിൽ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് അൻവർ എന്തിനാണ്, അൻവറിൻ്റെ ബഹളം, നമുക്കറിയാം ഒരു MLA അറസ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നമുക്ക്, പിന്നെ MLA ആണ്, അതിൻ്റെ വാർത്താ പ്രാധാന്യം ഒക്കെ അവിടെ ഇരുന്നോട്ടെ. എന്തിനാണ് ഇയാൾ ഈ ബഹളം വെക്കുന്നത്, ഇയാൾ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പം നമ്മൾ അതിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ വലിയൊരു ബില്ല് കിടക്കുന്നുണ്ട്. അത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അയാൾക്ക് സംശയം തോന്നുന്ന ആരെയും അറസ്റ്റ് ചെയ്യാനും അയാളുടെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു നിയമമാണ്. ഈ കേരളത്തിലെ നമ്മൾ ഈ പോലീസും എക്സൈസും ഫോറസ്റ്റും ഒക്കെ കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ചറിയാം, കേരളത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള നിയമപാലകർ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ കയ്യിൽപ്പെട്ട് ജീവച്ഛവങ്ങളായിട്ടുള്ള മനുഷ്യർ, നമ്മൾ പോലീസുകാർ പിടിക്കുന്ന പോലെയല്ല. പോലീസുകാർ ഒരു ദിവസം കേരളത്തിൽ 100 കണക്കിന് ആളുകളെ പിടിക്കും. അതിൻ്റെ അകത്താണ് വല്ലപ്പോൾ ഒരു തല്ല് കിട്ടിയതെന്ന് നമ്മൾ പറയുന്നത്. അത് തന്നെ നമ്മുടെ സൊസൈറ്റി നമ്മളതിനെക്കുറിച്ച് വളരെ വിജിലൻ്റാണ്. ഫോറസ്റ്റുകാർ പിടിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും മറ്റേ അധികാരങ്ങളില്ലാത്തതായിട്ടുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് അവർ. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് അല്ലാതെയുള്ള ആൾക്കാരുണ്ടെന്ന് കൂട്ടിക്കുക. പിടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എറണാകുളത്തുള്ള ഒരു കേസ് എനിക്കറിയാം, അതിലൊരു IFS ഉദ്യോഗസ്ഥ ഏകദേശം അകത്താകേണ്ട കേസുകളാണ്. അപ്പം
ഇവർക്ക് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇവർ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഉടനെ അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. പിന്നെ പോലീസാണ് ആ നടപടി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആരെങ്കിലും ഇവരുടെ പിന്നെ അധികാര നിർവഹണത്തെ തടസ്സപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പോലീസിന് പരാതി കൊടുക്കുകയും പോലീസാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. മറ്റേ ഇതങ്ങനെയല്ല. അപ്പോൾ ഈ കാടിൻ്റെ അകത്ത് നിൽക്കേണ്ട ഇവർക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പുതിയ നിയമം ഉണ്ടാക്കി പൗരൻ്റെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കേരളത്തിൽ ഈ വന്യജീവികളും പിന്നെ മനുഷ്യരും തമ്മിലുള്ള ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനും ഫോറസ്റ്റുകാർക്കും കൂടുതൽ അധികാരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുമിച്ച് ഈ പ്രശ്നത്തെ സൊല്യൂഷൻ കാണുന്നതിന് പകരം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ അധികാരം കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വലിയ തോതിൽ എതിർപ്പ് മനുഷ്യർക്ക് അതിനെക്കുറിച്ചുണ്ട്. എന്നാൽ സർക്കാരിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്, സർക്കാരിനെതിരെ തന്നെ CPM വിരുദ്ധമായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിന് കുറച്ചുകൂടി എഫർട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ പറഞ്ഞ് മനുഷ്യരെ പിന്നെ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം ഈ വിഷ്വൽസ് ഇതിങ്ങനെ ദൃശ്യവൽക്കരിച്ച് കെട്ടുകാഴ്ചകളാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം. MLA അറസ്റ്റ് ചെയ്യുന്നു, അവിടെ ആ ജനം ആകെ കൂടി പിന്നെ ആർക്ക് ലൈറ്റുകളും ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് എന്താണ് വാർത്ത? ഇതിൻ്റെ പുറകിൽ വേറെ സംഭവം നടക്കുകയാണ്. കേരളത്തിലെ മനുഷ്യർക്ക് പല ഗ്രാമങ്ങളിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതുവരെ പിന്നെ ഇപ്പം എൻ്റെ നാട്ടിൽ കൂടെ അതിലൂടെ കടുവ ഇറങ്ങിയെന്ന് പറയാം. കഴിഞ്ഞ വർഷം അതിലൂടെ കടുവ ഇറങ്ങി. നമ്മൾ കടുവ സൂവിൽ മാത്രം കണ്ടിട്ടുള്ള സാധനമാണ്. എൻ്റെ നാട്ടിൽ കൂടെ ഒരു കടുവ. അപ്പോൾ എനിക്ക് ആകുലതയാണ്. എൻ്റെ ചേട്ടൻ വൈകുന്നേരം കട പൂട്ടി അയാൾ വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ കടുവയെ കണ്ട് എന്ത് ചെയ്യും? കേരളത്തിലെ എന്തുമാത്രം ഗ്രാമങ്ങളിൽ ഈ മനുഷ്യർക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. അൻവർ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൂടിയാണ്. അപ്പോൾ അയാൾ സർക്കാരിനെതിരുമാണ്. എന്നാൽ പിന്നെ ഇതെന്താണ്, ഈ അൻവർ എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മലയാള മനോരമ മാത്രമാണ് അത് വളരെ സീരിയസ് ആയിട്ട് വിഷയം. മലയാള മനോരമ പത്രം അത് വളരെ സീരിയസ് ആയിട്ട് അവർ അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതി, അതിനെക്കുറിച്ച് നിരന്തര സ്റ്റോറികൾ എഴുതുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ കെട്ടുകാഴ്ച വാർത്തയാക്കാൻ പെടുന്ന വലിയ TRP റേറ്റിങ്ങുള്ള ഒരൊറ്റ ചാനൽ ഒരു പ്രോഗ്രാം ചെയ്തതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പം ഈ കെട്ടുകാഴ്ചകളുടെ പുറകെ പോവുക, അതിൻ്റെ പുറകിലുള്ള വസ്തുതകളും വാർത്തകളും തപ്പിയെടുക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ വയനാടിൻ്റെ അതിൻ്റെ പാറ്റേൺ അപ്പം നമുക്ക് വളരെ കൃത്യമായിട്ടാണ്. ഒന്നുകിൽ നിങ്ങൾ CPM വിരുദ്ധതയാകുക, CPM വിരുദ്ധതയ്ക്കുള്ള കെട്ടുകാഴ്ചകൾ. CPM വിരുദ്ധ വാർത്തകൾക്ക് പോലും പുറകെ പോകില്ലെന്നാണ് ഞാൻ പറയുന്നത്. വാർത്തകൾക്ക് പുറകിലുള്ള ജേർണലിസ്റ്റിക് എഫർട്ട് അതുപോലും എടുക്കില്ല ഈ കെട്ടുകാഴ്ചകൾ. അതേസമയം കോൺഗ്രസ്സുകാരോ UDF ആണെങ്കിൽ അതിന് വളരെ മൈൽഡായിട്ടുള്ള വാർത്തകൾ അറിയുന്നില്ല. ഇപ്പം ഏകദേശം ഇതേപോലത്തെ ഒരു സംഭവം ഇടുക്കി നടന്നു. അവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തൊരു മനുഷ്യൻ അയാൾക്ക് പൈസ തിരിച്ചു കിട്ടാതെ വന്നു. CPM നേതാക്കന്മാർ അയാളോട് മര്യാദകളായിട്ട് പെരുമാറി. അയാൾ ആത്മഹത്യ ചെയ്തു. വളരെ വലിയ വാർത്തകൾ വന്നു. വയനാട്ടിൽ നടന്ന വാർത്തകൾ പോലും വരുന്നില്ല. അപ്പം ഈ കത്ത് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതൊരു ചർച്ചയാവുന്നത്. അപ്പം CPM വിരുദ്ധത എന്നുള്ളത് പല കാര്യങ്ങളും അവരവരുടെ പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്യൂസായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ള അങ്ങേറ്റം ദൗർഭാഗ്യകരമായി ഇത്രയധികം മാധ്യമ സാക്ഷരത ഉണ്ട് എന്ന് നമ്മൾ മേനി പറയുന്ന ഒരു നാട്ടിൽ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ മാധ്യമങ്ങളുടെ കാര്യം അത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് അവർ ഈ കാര്യത്തിൽ എടുത്തൊരു സമീപനം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഈ കത്ത് ഇവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും VD സതീശനും KA സുധാകരനും ഇവർക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കത്ത് ഒരാൾ കണ്ടിരുന്നു, വായിച്ചില്ല. മറ്റൊരാൾ വായിച്ചിരുന്നു, കുറച്ച് അവ്യക്തതകൾ ഉണ്ടായിരുന്നു, പിന്നെ ചോദിച്ചു. അങ്ങനെയായിരുന്നു തുടക്കം വന്ന പ്രതികരണം. പക്ഷേ ഇന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ കുടുംബത്തിനെ തന്നെ അധിക്ഷേപിക്കുക. അതായത് അവരുടെ സ്വരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ വകവെച്ചില്ല, നമ്മളോട് ഭീഷണിപ്പെടുത്തി, അങ്ങനെ നടക്കില്ല, അങ്ങനെ അവരെ അധിക്ഷേപിക്കുന്ന ഒരു ലെവലിലേക്കാണ് അവർ ഇതിനെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് പോലും ഉണ്ടായിട്ട് അതിനെ പോലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഒരു പൊതുജനോ അല്ലെങ്കിൽ ലിബറൽ സ്പേസിൽ നിന്ന് വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിലും അത്തരം ഇടങ്ങളിലൊക്കെ. അവർ പോലും അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു സാഹചര്യമല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലിബറൽ സ്പേസ് ഒന്നും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ. പക്ഷേ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊതുവെ നമ്മളുടെ ഒരു പൊതു ഇടം ഇടതുവിരുദ്ധം തന്നെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. കാരണം വെച്ചാൽ പ്രത്യേകിച്ചും പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അവകാശപ്പെടുന്നത് വിശാല ഇടതുപക്ഷം എന്നൊക്കെ ആയിരിക്കും, യഥാർത്ഥത്തിലും ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സംസ്ഥാന സർക്കാരുമായിട്ടാണ് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരാണ് പൊതുവെ, അതായത് അനുകൂലമുള്ള ആളുകൾ അത് അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്, അതർ ബേസ് ഒരുവിധപ്പെട്ട എല്ലാവരും അതിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അത് കാരണം തന്നെ
കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പരിഗണനയിൽപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പൊതുവിടത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു സുഖങ്ങൾ അനുഭവിച്ചിട്ട് പോന്നിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ കുറച്ച് കാലമായിട്ടുണ്ടായത്. കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9 വർഷമായി ഈ ഇടതുപക്ഷം തുടർച്ചയായിട്ട് കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് ശക്തമായിട്ട് സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഞാൻ കരുതുന്നത് 9 വർഷമായിട്ട് ഭരിക്കുന്ന ഏത് ഗവൺമെൻറ്റിനുമെതിരെ നിങ്ങൾക്ക് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യണം. ഇവിടെ മാധ്യമങ്ങളും BJPയും അവതരിപ്പിച്ച ആരോപണങ്ങളുടെ പുറകിൽ കടിച്ചു തൂങ്ങി പോവുകയല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷം എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അതെ 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 പോയിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. അവർ പോയി നമുക്ക് ഓമനക്കുട്ടൻ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയാം. നമുക്ക് അറിയാം എങ്ങനെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പുറകിൽ പ്രതിപക്ഷം പോവുകയും അത് എങ്ങും എത്താതെ എത്രയോ കാലം ചാനലുകളും നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി അവസാനം എങ്ങും എത്താതെ അത് അവസാനിക്കുകയും അതിൽ അവസാനം നമ്മൾ പറയുന്ന പലർക്കുമെതിരെ ആരോപണങ്ങളെല്ലാം ആകാശത്ത് അപ്രത്യക്ഷമായി പോകുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഒരു തീപിടുത്തമുണ്ടായത് എത്ര മാത്രമാണ് നമ്മുടെ മീഡിയ ആഘോഷിച്ചതെന്ന് നമുക്കറിയാം. അതെന്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള എന്തിന് AKG സെൻറ്ററിനെതിരെ ആക്രമണം നടത്തിയത് CPM-കാരാണ് എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ഇവിടെ ചാനലുകളും ഇവിടുത്തെ നമ്മുടെ മീഡിയയും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ചു. ഇപ്പോൾ K-ഫോണിനെതിരെയുള്ള ചർച്ച, ലൈഫ് മിഷനെതിരെയുള്ള ചർച്ച, ഹൃദ്യം പദ്ധതിക്കെതിരെയുള്ള ചർച്ച, നമുക്ക് അങ്ങനെ എത്രമാത്രം ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു ഇടയിലേക്ക് ഇത്തരം ഒരു കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് എന്താ, പ്രതിപക്ഷത്തിന് പ്രശ്നങ്ങളില്ല, പ്രതിപക്ഷം പണിയെടുക്കുന്നില്ല, അതേപോലെ തന്നെ അവർക്കെതിരെ വിമർശനങ്ങളും വരുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളോ അവരുടെ റൂഡായിട്ടുള്ള സംസാരങ്ങളോ സംഭവങ്ങളോ ഒരു തരത്തിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം തിരിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പണ്ട് കൂലം കുത്തി എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ആൾക്കാർ ഓരോ അത് വളരെ മനസ്സിലെങ്കിൽ അസ്ഥാനത്തുള്ളൊരു പ്രയോഗമായിരുന്നു അത്. പ്രത്യേകിച്ചും രണ്ടാമത് മരണത്തിന് ശേഷമുള്ള പ്രയോഗം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നുന്ന ഒരു കാര്യമാണ്. അത് കാരണം തന്നെ അത് ചോദിച്ചു. പക്ഷേ അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ സംസാരിച്ചത്, ഇപ്പോൾ എനിക്ക് VD സതീശനോ K സുധാകരനോ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു അത്ഭുതമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം അത്ഭുതപ്പെടുത്തി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അത് ഒറിജിനലാണോ എന്ന് ആർക്കറിയാം. അത്തരം ഒരു ഇറസ്പോൺസിബിളായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എനിക്ക് അറിയാവുന്ന രമേശ് ചെന്നിത്തല. എന്ന് വെച്ചാൽ കേരളത്തിലെ ദീർഘമായ ഒരു ചരിത്രത്തിൽ രമേശ് ചെന്നിത്തല എത്രയോ കാലമായിട്ട് 80-കൾ മുതൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ഒരുപക്ഷെ ഈ ഇവരൊക്കെയായിട്ട് ഈ പറയുന്ന ആളുകളുമായിട്ട് ഈ ഒരു 10-50 വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, വയനാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാവാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ സാധ്യതയുള്ള ഒരേ ഒരാൾ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയായിരിക്കും. ആ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ അത് അത്ര ഇറസ്പോൺസ്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മളുടെ ഒരു മീഡിയ ആയിട്ട് ഉണ്ടാക്കിയെടുത്തത്. അത് ആത്യന്തികമായിട്ട് വരികയാണെങ്കിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്നവരൊന്നും ഉണ്ടാവില്ല ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം എലക്ഷൻസും സംഭവങ്ങളും വരികയും നേരിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലാണെങ്കിലും ഒരു റെസ്പോൺസിബിളായിട്ട് പെരുമാറിയാലേ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ആളുകളെ തോന്നിപ്പിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യുന്നില്ല, മറിച്ച് മാത്രമാണ് അതിന് മാത്രമേ വാർത്താ പ്രാധാന്യമുള്ളൂ എന്നൊരു നിഗമനത്തിലേക്ക് നമ്മളെങ്ങനെയും എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന എന്നെയും ഞെട്ടിച്ചു. കാരണം സുധാകരൻ പറഞ്ഞത് അങ്ങനെ സത്യസന്ധമാകണമെന്നില്ല, അങ്ങനെ സത്യസന്ധന്മാർ ഇത് ഭൂഖണ്ഡത്തിലില്ല, അമ്മാതിരിയൊക്കെയാണ് സുധാകരൻ്റെ സ്വാഭാവികമായിട്ടും. രമേശ് ചെന്നിത്തല ഞാനും വിശ്വസിക്കുന്നത് ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാനും ഒട്ടം നമ്പരം ഇങ്ങനെ രമേശ് ചെന്നിത്തല എടുത്തൊരു പ്രസ്താവന വരാൻ വേണ്ടി പാടില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ ശ്രീജിത്ത് പറഞ്ഞാൽ ആദ്യത്തിലേക്ക് പോകാം. അതായത് സർക്കാർ വിരുദ്ധത, CPM വിരുദ്ധത, പിണറായി വിജയൻ വിരുദ്ധത. ഇപ്പം ഞാൻ ഇന്നലെ നമ്മൾ നോക്കും വളരെ സീരിയസ് ആയിട്ടൊരു സംഭവം. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. അതിൻ്റെ അകത്ത് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ സബ്ജക്റ്റ് ഒരാൾ ഇക്കണോമിക്സ് പഠിച്ചു, പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ തന്നെ എക്കണോമിക്സ് പഠിക്കണം എന്നൊന്നുമില്ല. അയാൾ ചിലപ്പം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വേറൊരു പൊളിറ്റിക്സിലേക്ക് പോയി, ഹിസ്റ്ററിയിലേക്ക് പോയി, ചിലപ്പം കെമിസ്ട്രിയിലോട്ട് പോയെന്നിരിക്കും. അയാൾ ഏത് ലെവലിലാണോ അയാളുടെ പ്രൊഫഷൻസി, ആ ലെവലിൽ അയാൾക്ക് അയാളുടെ അക്കാഡമിക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫ്ലൂയിഡിറ്റി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ
സംസ്ഥാന വൈസ് ചാൻസലർമാരുടെ നിയമത്തിലുള്ള പരിപൂർണ അധികാരം ഏകദേശം ഗവർണർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. സംസ്ഥാന സർക്കാർ പണം മുടക്കി ഉണ്ടാക്കിയ സർവകലാശാല, അതിൻ്റെ ഫങ്ഷനിങ്ങിനുള്ള മിക്കവാറും കാര്യങ്ങൾ പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വളരെ സ്പെസിഫിക് പ്രോജക്റ്റുകളിൽ മാത്രമാണ് UGC കേന്ദ്ര സർക്കാർ അതിന് പണം കൊടുക്കുന്നത്. അതിലെ വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഒരു അധികാരവും സംസ്ഥാന സർക്കാരിനില്ല. ഇപ്പോൾ പുതിയതനുസരിച്ച് UGCയുടെ ഒരു പ്രതിനിധി, ചാൻസലറുടെ ഒരു പ്രതിനിധി, സർവകലാശാലയുടെ ഒരു പ്രതിനിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ൽ 2 പേര് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും ഒരാൾ സർവകലാശാലയുടെ പ്രതിനിധി. ഈ പണം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് അതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല. മാത്രമല്ല ചാൻസലറുടെ പ്രതിനിധിയാണ് അധ്യക്ഷൻ. അധ്യക്ഷൻ. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ ചാൻസലർക്ക് നിയമിക്കാം. ഇന്നലെ മലയാള മനോരമ ഹെഡ്ലൈൻ സർക്കാരിന് തിരിച്ചടി. ഏത് സർക്കാരിനാണ് തിരിച്ചടി? ഞാനിത് ഇപ്പം ഞാൻ പറയാം, ഇതിൻ്റെ അകത്തൊരു ഇപ്പം വയനാട്ടിലെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് അൾട്ടിമേറ്റ്ലി അത് കോൺഗ്രസിനാണ് ദോഷം ചെയ്യുക എന്നുള്ളതൊരു പാർട്ടി പൊളിറ്റിക്സാണ്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഏതൊക്കെ നിയമമാകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശവും ഗവർണർക്കില്ല ഭരണഘടനാപരമായിട്ട്. ഇങ്ങനെ ഗവർണർ അതിൻ്റെ പുറത്തിരുന്ന് അയാൾക്ക് തോന്നുന്ന ബില്ലുകൾ പാസ്സാക്കുന്നതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതി കേസിന് പോയി. ഞാനിതെനിക്ക് തോന്നുന്നൊരു 1050ാമത്തെ പ്രാവശ്യമായിരിക്കും ഇത് പറയുന്നത്, പക്ഷെ അത് പറയാതിരിക്കാൻ കേസിന് പോയി. അപ്പം നമ്മൾ അന്ന് ജീവിച്ചിരുന്ന ഫലി എസ് നരിമാനെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ ഫീസ് കൊടുക്കും കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. നമ്മളെ കേസ് ഓൾമോസ്റ്റ് ജയിച്ചു. കേരളത്തിലെ 2 ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ വാർത്തയായിരുന്നു. ഗവർണർക്കെതിരെ കേസ് പറയാൻ വേണ്ടി 25 ലക്ഷം വരുമാനം, 15 ലക്ഷം രൂപ വേറെ തരും, 40 ലക്ഷം. ഗവർണർക്കെതിരെ കേസ് പറയാൻ വേണ്ടി 40 ലക്ഷം രൂപ സർക്കാർ ചെലവാക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഉണ്ടാക്കി വെച്ച നിയമസഭ അവർ പാസ്സാക്കിയ നിയമം പ്രാബല്യത്തിലാക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ 40 ലക്ഷം രൂപ ചെലവാക്കിയില്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോകണം നല്ലത്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന ഒരു നടപടി ഒരാളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്താൽ അതിനെതിരെ നമ്മുടെ നാട്ടിൽ നിന്ന് മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം സർക്കാരിന് തിരിച്ചടിയും. ഏത് സർക്കാരിനാണ് ഇത്? ഈ സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നുള്ളതേ ഉള്ളൂ. ഇത് ഈ രാജ്യത്തെ മനുഷ്യർ തിരഞ്ഞെടുത്ത സർക്കാരാണ്. ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത് സംസ്ഥാന നിയമസഭയാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിനനുസരിച്ച് വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ നാട്ടിലെ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ MK സ്റ്റാലിൻ്റെ പ്രസ്താവന വളരെ രൂക്ഷമാണ്. ഇത് നടക്കില്ല എന്ന് പറഞ്ഞു പുള്ളി. അപ്പം അവിടുത്തെ പത്രങ്ങൾ ആരെങ്കിലും എഴുതും സർക്കാരിന് തിരിച്ചടിയെന്ന്? ഞങ്ങളാരും എഴുതിയില്ല. സർക്കാർ തിരിച്ചടിയല്ല, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ഏറ്റ തിരിച്ചടിയാണ്, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റ തിരിച്ചടിയാണ്. അതൊക്കെ പിണറായി വിജയൻ ഇനി വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലേക്ക് മാറുന്ന ആ ഒരു വൃത്തികെട്ട ഇടതുവിരുദ്ധത, ഇതിൻ്റെ അകത്തൊക്കെ എൻ്റെ പ്രശ്നം വീണ്ടും ഇതിൻ്റെ അകത്ത് ശ്രീജിത്ത് പറഞ്ഞ പോലെ ഒരു സർക്കാരിനെതിരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അത് 9 വർഷം ആകുന്ന സർക്കാരിനെതിരെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾക്കുണ്ടാവും സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇത് ഒരുമാതിരി ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം, സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞു എഴുതുമ്പോൾ അതെന്ത് വലിയ സന്തോഷമാണെന്നുള്ളതാണ് എനിക്കത്. സംസ്ഥാനം ഇതിപ്പോൾ LDF സർക്കാർ ഇതിന് ലോകാവസാനം വരെ ജയിക്കണമെന്നില്ലാത്ത 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു UDF ആണ് വന്നെങ്കിലോ ആ സർക്കാരിന് തിരിച്ചടിയല്ലേ? ആ സർക്കാരിനെ ഒരു UDF സർക്കാരെ വരുന്നെങ്കിൽ ആ സർക്കാരിനെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ? ഇവിടുത്തെ കേരളത്തിലെ സർക്കാരല്ലേ അത്? ആ സർക്കാർ അവിടെ ഇരിക്കും, മുഖ്യമന്ത്രി അവിടെ ഇരിക്കും, പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി അവിടെ ഇരിക്കും, വേറെ ഇവിടുന്ന് ഒരാൾ വൈസ് ചാൻസലറായിട്ട് വരും. അപ്പം ഇതുപോലും വിഷയമല്ല സർക്കാരിന്. മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്, അവിടെ എല്ലാം ഇത് പ്രശ്നമല്ലേ ഉള്ളത്. നമ്മുടെ ഫെഡറൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ GST വന്നതുകൊണ്ട് ഇഫക്റ്റീവ്ലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒരു യൂണിറ്ററി സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. പോലീസിംഗ് നിയമ സംവിധാനവും ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സ്റ്റേറ്റാണ്. പക്ഷേ NIA-യും UAPAയും വഴി അതും കാരണം NIAക്ക് കേരളത്തിൽ ഇപ്പോൾ കേസുകൾ അന്വേഷിക്കാം. CBI പോലെയല്ല, NIAക്ക് കേരളത്തിൽ UAPA പ്രകാരം കേസുകൾ അന്വേഷിക്കാം. പോലീസിംഗിൽ ഒരു ഭാഗം കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നു. വിദ്യാഭ്യാസത്തിൽ ഭീകരമായിട്ടുള്ള കടന്നുകയറ്റം നടക്കുകയാണ്. അപ്പം ഈ പാറ്റേണുകളൊന്നും മനസ്സിലാക്കാതെ
എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ പിണറായി വിജയൻ ഒരു ചാൻസ് പോയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലേക്ക് വരുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അതിൽ ഏറ്റവും അത്ഭുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ലെഫ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമിച്ച വൈസ് ചാൻസലർമാരെയൊക്കെ കുറിച്ചിട്ട് ആർക്കും ലോകത്തൊരു എതിരഭിപ്രായമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും യോഗ്യരായിട്ടുള്ള ആളുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രമാത്രം യോഗ്യതകളുള്ളതും കഴിവുള്ളതുമായിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ വൈസ് ചാൻസലർ സ്ഥാനത്തുണ്ടായിരുന്നു. ഇവൻ പിരിച്ചുവിട്ടിട്ടുള്ള മറ്റേ പ്രൊഫസർ എം വി നാരായണനെ കുറിച്ചിട്ട് ഇതേ ഗവർണർ അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്തതാണ്. അതേ ഗവർണർ എത്രമാത്രം എന്ന് വെച്ചാൽ ഇത്രയും വലിയ പണ്ഡിതനായിട്ട് ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിൽ സംസാരിച്ചു. ഈ പിരിച്ചുവിട്ട ഗോപിനാഥ് രവീന്ദ്രന്റെ, എം വി നാരായണന്റെ, ഡോക്ടർ നാരായണ മാസ്റ്റർ അവരുടെയൊക്കെ ബയോഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എണീറ്റൊന്ന് കൈ കൊടുക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബയോഡാറ്റ ഉള്ള മനുഷ്യര്. അപ്പൊ ഇവരെയൊക്കെ പിരിച്ചുവിട്ടേച്ച് ഈ പൊട്ടംകളിക്കാണ് ഇവര് ഈ കൈയടിക്കുന്നത്. അത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതിൻ്റെ അകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രോബാക്സ് ഞാനത് അങ്ങനെയാണ് കാണുന്നത്. അത് ഞാൻ ഇപ്പോഴല്ല അത് പറയുന്നത്, ഞാനത് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ടൈം ലൈനിൽ വന്നതാണ്. അതായത് പിന്നെ ശിവശങ്കർക്കെതിരെ UAPA പ്രയോഗിച്ചേക്കും. ആലോചിച്ച് നോക്കും, അയാൾക്കെതിരെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ബെയിൽ പെറ്റീഷൻ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇതെടുത്തിടുന്നത്. അദ്ദേഹത്തിനെതിരെ UAPA പ്രയോഗിച്ചിട്ട് എന്താണ് ഈ നിയമം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയിട്ട് ഏതെങ്കിലുമൊക്കെ നിയമത്തിൻ്റെ പേരെടുത്ത് വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ എറിയുന്ന തരത്തിലുള്ള ഇതൊക്കെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ പലതരം പത്രങ്ങളുണ്ട്. അതിനകത്ത് വൈകുന്നേരം ആൾക്കാർ ജീവിക്കാൻ വേണ്ടി കൊച്ചു വർത്തമാനങ്ങളൊക്കെ എഴുതിപ്പെടുന്ന പത്രം അങ്ങനെയല്ലത്. ഇതൊക്കെ വളരെ നൂറ്റാണ്ട് കാലത്തെ പഴക്കമൊക്കെ ഉള്ള വലിയ ജേർണലിസ്റ്റുകൾ ഇരുന്ന വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുന്ന പത്രങ്ങളിലാണ് UAPA ഒക്കെ വെറുതെ എടുത്ത് ചാമ്പുന്നത്. അപ്പോൾ അത് വളരെ പ്രൊഫഷണലിസത്തിൻ്റെ അതിഭീകര ഞാൻ പറഞ്ഞ ഇപ്പോഴും അവർ സർക്കാരിനെതിരെ വർത്താനം എഴുതുക എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളുടെയും പണിയാണ്. സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത്, പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ആ ഓഡിറ്റ് ചെയ്യും ഇതിപ്പോൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യത്തേ ഇല്ല. രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഓഡിറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. അത് പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യത്തില്ല. സുധാകരനും VD സതീശനും എന്താ സംബന്ധം വേണമെങ്കിലും പറയാം. ശിവഗിരി പോയി പിന്നെ സതീശൻ പറഞ്ഞു തനി മര്യാദകേടാണ്. അത് ശിവഗിരി പോയി തന്നെ പറഞ്ഞു. അതിന് യാതൊരു പ്രശ്നമില്ല. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് സതീശൻ പറഞ്ഞു. അതിന് ആരും ഒരു ചോദ്യം ചോദിക്കുന്നില്ല. പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. ഭരണപക്ഷത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ആ പരിപാടിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഭരണപക്ഷത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതല്ല, സ്പെക്ടക്കിളുകൾ ഉണ്ടാക്കി, കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കി, പ്രതീതികൾ പിന്നെ വാർത്തകളെ ദുർവ്യാഖ്യാനം ചെയ്യുക. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ, ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന നയം സർക്കാർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കുക. അങ്ങനെ സ്ക്യൂഡായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച, ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പം വടകരയിൽ കണ്ടത്. ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തെ അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പുറകോട്ട് മാറിയിരുന്നത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനന്തരാവകാശി പറ്റ മകൻ അയാൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്വത്ത് ഒന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് എന്തുമാത്രം കരുതലോടുകൂടിയാണ്, സെൻസിബിളായിട്ടാണ് ആ മനുഷ്യൻ പെരുമാറിയത് എന്ന് ആലോചിക്കുമ്പം ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ എണീറ്റ് അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട്. ഇതിൽ പേരുള്ള MLAക്ക് വഴിയിലാണ്. ഞാൻ ആദ്യത്തെ ദിവസം പത്രത്തിൽ നോക്കി, ഇതിനകത്ത് DCC പ്രസിഡന്റിൻ്റെ പേരേ ഇല്ല. ഈ ആദ്യം വന്ന വാർത്തയ്ക്ക് അത് DCC പ്രസിഡന്റിൻ്റെ പേരേ ഇല്ല. അപ്പം ഇങ്ങനെ അങ്ങേയറ്റം ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നത് ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമുക്ക് ഗുണകരമാകുന്ന കാര്യമല്ല. നിശ്ചിതമായി ഓഡിറ്റിംഗ് നടത്തുക, പ്രൊഫഷണലായിട്ട് ഓഡിറ്റിംഗ് നടത്തുക, അത് എല്ലാവരോടും നടത്തുക, സർക്കാരിനോട് നിർബന്ധമായിട്ട് നടത്തുക. സർക്കാരിനെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓഡിറ്റ് ചെയ്യുക, സർക്കാരിനെ നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യുക. അക്കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഒരു കാരണവശാലും ഒരു മൂന്നാം ഇടത് സർക്കാർ വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണോ ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ സ്വർണ്ണ കേസും അതിനു മുന്നേ ശബരിമലയും വല്ലാത്ത രീതിയിൽ എടുത്തിട്ടതായിരുന്നു.
അത് പക്ഷേ അതിനൊന്നും ഏറ്റതുമില്ല. വീണ്ടും ഇടത് സർക്കാർ തന്നെ വന്നു. അപ്പോൾ വീണ്ടും ഇത്തരം ഓരോ പ്രശ്നങ്ങൾ ഇടതിനെ ഇങ്ങനെ വിമർശിച്ച് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ഇടത് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളൊക്കെ അപ്രസക്തമാവും എന്നുള്ളൊരു ഭയം ഈ മാധ്യമങ്ങൾക്കുണ്ടോ? അല്ല, അതെനിക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗവൺമെന്റ് വരണ്ട എന്നൊക്കെ മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ഇപ്പോൾ അങ്ങനെ മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് മാധ്യമങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾക്ക് മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഈ സർക്കാരിനെ നമുക്കങ്ങ് മാറ്റിക്കളയാം എന്ന് തീരുമാനിച്ചാൽ ആ രീതിയിൽ നടക്കില്ലല്ലോ കാര്യങ്ങൾ. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവണം, കാര്യങ്ങൾ ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള വളരെ വലിയ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ വളരെ ഫാഷിസ്റ്റ് ഭരണം നടത്തുന്ന ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനോട് പൊതുവായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ആരോപണങ്ങളും സംഭവങ്ങളും വളരെ ജനകീയ പ്രശ്നങ്ങളും ഉന്നയിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ ഒരു വാശി എന്തുകൊണ്ടാണ് ഇവിടുത്തെ മറ്റ് മാധ്യമങ്ങൾക്ക് ഇല്ലാത്തത്? എന്നാൽ പിന്നെ ഇത് വളരെ പ്രശ്നമുണ്ട്, ഇവിടെ വളരെയധികം മനുഷ്യനെ ബാധിക്കുന്ന 100,000 പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടുത്തെ മതേതരത്വത്തെ ഭീഷണിപ്പെടുന്നുണ്ട്, നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇതിനെ മാറ്റിക്കളയാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രചരണം നടത്തിക്കളയാം എന്നുള്ളൊരു തോന്നൽ ഇല്ലല്ലോ. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വിമർശിക്കാൻ പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഇവിടെ വിമർശിച്ചു നോച്ചിട്ട് ഇവിടെ ആരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ 2 ഇടതുപക്ഷ അനുകൂലികൾ നിങ്ങളെ മാപ്ര എന്ന് വിളിച്ച് സങ്കടപ്പെടുത്തും എന്നതൊഴിച്ചാൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതേസമയം അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല, നിങ്ങളുടെ സ്ഥാപനം ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് കുറച്ച് അസൗകര്യമാണ്, ഇത് സൗകര്യമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലൊരു കാര്യം. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇവർ സ്വയം കരുതുന്നത് ഇതിനൊരു ട്രാക്ഷൻ ഉണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ട്രാക്ഷൻ കിട്ടും, ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു കാര്യം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിന് കുറേയൊക്കെ ഈ ഇടതുപക്ഷക്കാർക്കൊക്കെ പങ്കിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിൽ, വിമർശനപരമായിട്ടാണെങ്കിലും പ്രചരിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ലെഫ്റ്റ് തന്നെയാണ്. ഈ പറയുന്ന എല്ലാ ഏഷ്യാനെറ്റിനോടുള്ള ആരോപണം, ഭയങ്കര കടുത്ത വിരോധമുള്ള കാലത്ത് കടുത്ത തീരുമാനമെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏഷ്യാനെറ്റ് കണ്ട് ഏഷ്യാനെറ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവതരിപ്പിക്കലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യാഴാഴ്ചകൾ വരുന്ന TRP റേറ്റിങ്ങിൻ്റെ പുറത്തിട്ടാണ് ഇവർ മുഴുവൻ നിൽക്കുന്നത്. ഇവർക്ക് മുഴുവൻ കൂടുതൽ കാഴ്ചക്കാരെല്ലാം ഈ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ മാധ്യമങ്ങൾ. നമ്മുടെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഈ ടെലിവിഷനിൽ വിനോദ മേഖലകൾക്കായിരുന്നു കൂടുതൽ വരുമാനം ഉണ്ടാവുകയും കൂടുതൽ കാഴ്ചക്കാരുണ്ടാവുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ മറ്റേ സിനിമ, ന്യൂസ്, നമ്മുടെ പാട്ട് പരിപാടികൾ, റിയാലിറ്റി ഷോസ് എന്നതിനേക്കാൾ എല്ലാം കൂടുതൽ കാഴ്ചക്കാരുള്ളത് മറ്റേ വാർത്തകൾക്കാണ്. സ്പെക്ടക്കിളാണത്. ഇത് അത്തരം ഒരു സ്പെക്ടക്കിൾസ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയുടെ പുറത്താണ് പോകുന്നത്. അതിന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളൊരു ടാർഗറ്റും പരിപാടിയും മറ്റേ ലെഫ്റ്റാണ്. പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളോട് വളരെ സൗമ്യമായിട്ട് നിലപാട്, അല്ലെങ്കിൽ വളരെ ചേർന്ന് പിടിക്കുന്ന ഒരു നിലപാട് എത്രയോ കാലമായിട്ട് പേഴ്സണലായിട്ട് എടുക്കാത്ത ഒരാൾ എന്നുള്ളൊരു നിലയിൽ പിണറായി വിജയനോട് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും ഒരു നേരിട്ട് ഒരു എന്ന് പറയുന്ന ഗ്രഡ്ജുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് പലതരത്തിലും നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ വളരെ റീസണബിൾ എന്ന് വിളിക്കുന്ന ജേർണലിസ്റ്റുകൾക്കടക്കം പലർക്കും ആ രീതിയിലുള്ളൊരു ഗ്രഡ്ജ് പിണറായി വിജയനോടുണ്ട്. അത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയോടുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിയോടുള്ള എതിർപ്പായിരുന്നെങ്കിൽ അതിന് ലോജിക്കുണ്ട്. കാരണം പിണറായി വിജയനോട് ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയോട് ഒരു പത്രപ്രവർത്തകന് എതിർപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അയാളുടെ തീരുമാനങ്ങളിൽ നമുക്ക് എതിർപ്പുള്ള പല കാര്യങ്ങൾ കാണും. നമുക്ക് എതിർപ്പുള്ളതെന്നുള്ളതല്ല, ഭരണാധികാരിയുടെ തീരുമാനങ്ങൾ ജനങ്ങളെ ബാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വനം ഭേദഗതി ബില്ല് ഇതേപടി പാസ്സാകുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം ഫോറസ്റ്റ് പോലീസിൻ്റെ, ഫോറസ്റ്റുകാരുടെ കാരുണ്യത്തിന് പുറത്തായി മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നാട്ടിലെ മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അപ്പോൾ അതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനല്ല അതിൻ്റെ പ്രശ്നം. അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ക്യാബിനറ്റ് പാസ്സാക്കുന്ന നിയമം, പിന്നെ അതിനുശേഷം നിയമസഭ വരുന്ന ബില്ല്, ഇതിനെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് മനുഷ്യരോട് സംസാരിച്ച് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അത് വളരെ ലെജിറ്റിമേറ്റാണ് ഭരണാധികാരിയോടുള്ള എതിർപ്പ്. അതല്ല അതിൻ്റെ പ്രശ്നം. അതിന് പകരം ഈ ഒരു വ്യംഗ്യമായ, പിന്നെ ഒരു നിഗൂഢമായിട്ടുള്ള സന്തോഷം
ഇതേത് പ്രശ്നത്തിലും ഇവരെ അടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അടിക്കാനുള്ള വഴികൾ തപ്പണം എന്നാണ് ഞാൻ പറഞ്ഞത്. അൻവറിനെതിരെ നടന്ന അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അൻവർ ഇതാ നോക്കൂ എന്ന് പറയും വിഷയം മുമ്പിൽ ഇട്ട് കൊടുത്തപ്പോൾ പോലും അതിലോട്ട് പോകാനുള്ള ഒരു പ്രൊഫഷണൽ കപ്പാസിറ്റി, പ്രൊഫഷണൽ അപ്രോച്ച് പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളതാണ് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. തെരഞ്ഞെടുപ്പിന് ശ്രീജിത്ത് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ 2021 തെരഞ്ഞെടുപ്പ് 2020 ജൂൺ 4 തീയതി മറ്റാണ് എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്തകളുണ്ടാകുന്നത്. അതിനുശേഷം എന്തെല്ലാം കഥകളാണ് പിന്നെ സ്വർണ്ണക്കടത്തുമായിട്ട് വന്നത്. മനുഷ്യരത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, ഒന്നും നടന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ വാർത്തകളിലെ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള ഒരു ടെക്നോളജി മലയാളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ യു ജസ്റ്റ് കാൺട്ട് ഹൂഡ്വിങ് ദം. അതേസമയം ഈ സ്പെക്ടക്കിളിന് ഇവർ പോയി നിന്ന് കൊടുക്കുകയും ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് ഈ സ്പെക്ടക്കിളിന് മുമ്പിൽ പോയി അവർ നിന്ന് കൊടുക്കുകയും ചെയ്യും. മാധ്യമങ്ങൾക്ക് വേണ്ട TRP അവിടെ വരുന്നുമുണ്ട്. നമ്മുടെ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സങ്കടം പലപ്പോഴും ഇത്തരം ഗ്രോസ് ആയിട്ടുള്ള സംഭവങ്ങൾ അറിയാതെ പോകുന്നു, മനുഷ്യർ അറിയാതെ പോകുന്നു, അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം നോക്കൂ, ഒരു പെൺകുട്ടി ഇപ്പോൾ PP ദിവ്യ കേസെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100 മലയാളികൾക്ക് അറിയാം. 100 മലയാളികളോട് ചോദിച്ചാൽ അതിനകത്ത് 92 മലയാളികൾക്ക് ആ കേസ് അറിയാം. നിങ്ങൾക്ക് അതിനകത്ത് പൊസിഷനുണ്ട്. ഇപ്പോൾ എനിക്ക് ശ്രീജിത്തിനും ചിലപ്പോൾ 2 പൊസിഷനായിരിക്കും, നിങ്ങൾക്ക് പൊസിഷനുണ്ട്. വയനാട്ടിലെ കാര്യം അറിയുന്നില്ല, വയനാട്ടിലെ കാര്യം അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ വളരെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വസ്തുതകൾ അറിയിക്കാതെ പോകും. അപ്പോൾ അത് നേരിട്ട് ഭരണകൂടത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, CPM-നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകും മനുഷ്യർ, അതല്ല ആലോചിക്കുക. പക്ഷേ അതൊരു വഴിക്ക് നടക്കുമ്പോഴും അതിൻ്റെ അടിത്തറ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ മുമ്പോട്ട് പോകില്ല. അപ്പം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ലേ അത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇലക്ടറൽ ഇമ്പാക്റ്റ് എന്നുള്ളത് ഇറ്റ് ഇസ് നെക്സ്റ്റ് ടു 0 എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.